പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനന്തമായി സ്നേഹിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മക്കൾ തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാനൊക്കെ വേണ്ടി ഞങ്ങൾക്കായി ഒരുക്കി തന്നിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷയോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തമായ ഇടപെടല് കണ്ണുനീരിന്റെ പ്രാർത്ഥനകളില് നിയോഗങ്ങളില് ഉണ്ടാകട്ടെ എന്ന് വലിയ ദാഹത്തോടെ അങ്ങയുടെ നാമത്തില് അങ്ങയുടെ അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്ന മക്കള്, ഒത്തിരി തകർച്ചകൾ നേരിടുന്ന മക്കള്, നഷ്ടങ്ങളിൽ നീറുന്ന മക്കള്, ബാധ്യതയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അടയ്ക്കപ്പെട്ട മക്കള്, എല്ലാ മേഖലകളോടുകൂടി സമർപ്പിക്കുന്നു. ഇവിടെ ജോലി മേഖല, പഠന മേഖല, സാമ്പത്തിക മേഖല, ആരോഗ്യ മേഖല, എല്ലാ കർത്താവെ അങ്ങിടപെട്ട് അനുഗ്രഹിച്ച് ആരോഗ്യവും സന്തോഷവും കൃപയും നിറച്ച് ഈ മക്കളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സംരക്ഷണം നൽകിയ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ സ്വർഗാരോപണ തിരുനാളിന്റെ തലേനാളാണ്. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ ദൈവം ഈ ദിവസങ്ങളിൽ നമുക്ക് നൽകി. അമ്മയുടെ മാതൃക, അമ്മയുടെ മാധ്യസ്ഥം, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ശക്തമായ ഇടപെടല് നമുക്ക് നമ്മുടെ മക്കൾക്കും അനുഭവവേദ്യമാക്കിക്കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് അതിന്റെ അനുഗ്രഹങ്ങള് അനേക മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയും. വീണ്ടും ഈ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അമ്മയോടുള്ള സ്നേഹബന്ധം വർദ്ധിക്കാനും അമ്മയോട് ചേർന്ന് ജീവിക്കാനൊക്കെ നമുക്കിടയാകട്ടെ. ഇന്ന് നമ്മുടെ മക്കളുടെ നിയോഗങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കർത്താവിന് കുരിശിന്റെ ചുവട്ടില് നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോടും വേദനയോടും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട്, അത് പ്രത്യേകിച്ചും ഒത്തിരി കഷ്ടപ്പെട്ടിട്ടും തകർന്നുപോയ മക്കള്, കഷ്ടപ്പെട്ടു ഫലമണിയാതെ പോയ ഒത്തിരി ജീവിതങ്ങൾ, കഷ്ടപ്പെട്ട് പഠിച്ചു ജയിച്ചില്ല, കഷ്ടപ്പെട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ജയിച്ചില്ല, കഷ്ടപ്പെട്ട് ഓരോന്നിനു വേണ്ടി ചെയ്തു, ഒത്തിരി ഇഫർട്ട് എടുത്തു, ഹാർഡ് വർക്ക് ചെയ്തു, ഫലമണിയാതെ പോയതിന്റെ അവസ്ഥയിൽ നിരാശപ്പെട്ട് എല്ലാം തകർത്തെറിഞ്ഞ് എല്ലാം വലിച്ചെറിഞ്ഞ് അതിന്റെ പേരില് ദൈവത്തെ വിട്ട് കുദാശ വിട്ട് മദ്യത്തിന്റെ പിന്നാലെ ലഹരിയുടെ പിന്നാലെയൊക്കെ നശിച്ചു പോയ അനേക മക്കൾ, ചില മക്കൾ കൂട്ടുകെട്ടിപ്പെട്ടി എന്നിട്ട് ചെയ്യാവുന്ന പാപങ്ങളൊക്കെ ചെയ്തു. വാശിക്ക് എന്തിനാ ഇനി ജീവിക്കണേ, എന്തിനാ വിശുദ്ധ ജീവിക്കണേ, അങ്ങനെ വാശി പിടിച്ചു. അങ്ങനെ നശിച്ചു പോയ അനേക മക്കള്, വഴിപിഴച്ചു പോയ മക്കള്, ഡ്രഗ് അഡിക്റ്റായി പോയ മക്കള്, ആത്മഹത്യയെ കുറിച്ച് പോലും ചിന്തിച്ച് ജീവിതത്തെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന മക്കൾ ഇപ്പോഴുണ്ട്. ഇതിനോടകം അങ്ങനെ അവസാനിപ്പിച്ച മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കുരിശന്റെ ചുവട്, വ്യാകുല മാതാവ്, ഈ അമ്മയുടെ സാന്നിധ്യം, ഈ കുരിശന്റെ ചുവട് നമുക്ക് ഒത്തിരിയേറെ കൃപയുടെ സാന്നിധ്യമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന സമയം, കുരിശു മരണം, 33 വയസ്സ്, പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങള് എല്ലാം നശിച്ചു തകർന്നു പറയാം ഈ ലോകദൃഷ്ടിയിൽ. എന്നാൽ അവിടെയും രക്ഷാകരമായ ദൈവത്തിന്റെ പദ്ധതി അവിടെ പൂർത്തീകരിച്ചുകൊണ്ട് ആ സഹനങ്ങളെ രക്ഷാകരമാക്കി മാറ്റിയ ഈ വലിയ അഭിഷേകം ഇതുപോലെ കഷ്ടപ്പെട്ടിട്ടും ഫലമണിയാതെ പോയ അനേകം മക്കളുടെ അവസ്ഥകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇടയാകട്ടെ. കർത്താവിനെ ആശ്രയിക്കാനും കൂടുതൽ ശക്തിയോടെ, കൂടുതൽ എളിമയോടെ, കർത്താവിന്റെ സ്വന്തമായ കരുത്തോടെ, കർത്താവിൻ്റെതാണ് ഈ ജീവിതം എന്നുള്ള തിരിച്ചറിവോടെ നിരാശപ്പെടാതെ കർത്താവിൽ പൂർവാധികം ശക്തിയോടെ ആശ്രയിച്ച് കർത്താവിനെ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. യെശയ്യാ 40:30 വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകരെ പോലെ അവൻ ചിറകടിച്ചുയരും. എപ്പോഴും ഏതവസ്ഥയിലും കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൽ ശരണപ്പെട്ട് തളർന്നു പോകാതെ, മടുത്തു പോകാതെ, എന്തെല്ലാം നേരിടേണ്ടി വന്നാലും അതിനെല്ലാം അതിജീവിച്ച് പറന്ന് പറന്ന് ഉയരാനുള്ള കൃപ നമ്മുടെ മക്കൾക്ക് ലഭിക്കട്ടെ. തോൽവിയിൽ നിന്ന് ശക്തി ആർജിച്ച്, നഷ്ടങ്ങളിൽ നിന്ന് ശക്തി ആർജിച്ച് കൂടുതൽ കൃപയിൽ നിറഞ്ഞ് ദൈവബന്ധത്തിൽ
പരിശുദ്ധ ബന്ധത്തില് നമ്മുടെ മക്കളെ അനുഗ്രഹിക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരി മക്കളെ കുറിച്ചൊക്കെ ദിവസങ്ങള് ഒത്തിരി മാതാപിതാക്കള് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. അതിന്റെ പേരില് എല്ലാം നശിച്ചു പോയി. പരീക്ഷ തോറ്റു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയില്ല, ജോലിക്ക് പരിശ്രമിച്ചു, പാതി വഴി വെച്ച് അവസാനിച്ചു. എന്ത് ചെയ്താലും തടസ്സങ്ങള്. ഈ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോണ്ടല്ലോ നമ്മൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുക. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്? രണ്ട്, ദൈവബന്ധത്തെ പരിശോധിക്കുക, ഉറപ്പിക്കുക, ആ ദൈവത്തെ വിളിച്ചിടപ്പെടുത്തിക്കുക. അല്ലാതെ നിരാശപ്പെട്ട് തകർന്ന് പിന്നോട്ട് പോകല്ല ചെയ്യണ്ടേ. അതിന്റെ പേരില് ദൈവത്തെ വിട്ട് വാശിക്ക് മദ്യപിക്കാനും ലഹരി പിടിക്കാനും കൂട്ടുകൂടാനും മ്ലേച്ഛത പ്രവർത്തിക്കാനും പാപം ചെയ്യാനും എന്തിനാ ഇങ്ങനെ വിശുദ്ധ ജീവിച്ചിട്ട് കാര്യം? അങ്ങനെ അടിച്ചു പൊളിച്ചേക്കാം. അങ്ങനെ നശിപ്പിക്കുന്ന ഒത്തിരി പിള്ളേരുണ്ട്. അങ്ങനെ പോകാൻ പാടില്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കള് പാവപ്പെട്ട മക്കളാ. സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ടൊക്കെ അതോടൊപ്പം തന്നെ മനസ്സിന് കട്ടിയില്ലെന്ന്. നിസ്സാര കാര്യം മതി. അതിന്റെ കാരണങ്ങളൊക്കെ നമ്മളിനി ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ 28-ാം തീയതി മുതൽ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ശുശ്രൂഷകൾ ആരംഭിക്കാനായിട്ട് സ്വർഗം നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ചിലതൊക്കെ റെക്ടിഫൈ ചെയ്യണം കുടുംബത്തില്, ജീവിതത്തില്, കർത്താവ് ഇടപെടുന്ന രീതിയിൽ. അതുകൊണ്ട് നമുക്ക് ഈ മേഖലയിലൊക്കെ ഒത്തിരി നശിച്ചു പോയ മക്കളുണ്ട്, തകർന്നു പോയ മക്കളുണ്ട്, ആ അവസ്ഥയിലായിരിക്കുന്ന അനേക മക്കളുണ്ട്. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലും ശക്തിയിലും സംരക്ഷണത്തിലും അവരെ ബലപ്പെടുത്തട്ടെ. അമ്മ അവരെ താങ്ങി പിടിക്കട്ടെ. അമ്മ അവരെ പൊതിഞ്ഞു പിടിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യം ഏതു കുരിശിന്റെ ചുവട്ടിലും എല്ലാ മക്കൾക്കും അനുഗ്രഹമായിട്ട് മാറും എന്നുള്ളതിന് ഒരു സംശയമില്ല. അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തില് കർത്താവിന്റെ ദിവ്യ കാരുണ്യത്തിന് മുമ്പില് ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും കഷ്ടപ്പെട്ടിട്ടും ഫലമണിയാതെ പോയ അവസ്ഥകളെ ഓർത്ത്, ജീവിതങ്ങളെ ഓർത്ത്, നഷ്ടങ്ങളെ ഓർത്ത് വേദനിക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ മക്കൾക്കൊരു കൃപ വേണം, ശക്തി വേണം, ധൈര്യം വേണം. അല്ലെങ്കിൽ ആ മക്കൾ നശിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കള് കർത്താവെ ഞങ്ങളുടെ പൊന്നുമക്കളെ കാത്തു സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ സ്നേഹിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവികാല സന്നദ്ധിയില് മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനോർത്ത് നമുക്കുണ്ടല്ലോ വേദന, നമ്മുടെ മക്കൾക്ക് കിട്ടാതെ പോയതിനോർത്ത് ഒത്തിരി വേദനിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി വേദനിക്കുന്നുണ്ട്. നിങ്ങൾ അതിനേക്കാളേറെ വേദനിക്കുന്നുണ്ടാകുമല്ലോ. എല്ലാ വേദനകളും നൊമ്പരങ്ങളും പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളോട് ചേർത്ത് ദൈവികാല സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഇടപെടും, ദൈവം ഇടപെടും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തു. ഞങ്ങളുടെ പാപങ്ങൾ നീക്കി ഞങ്ങളെല്ലാ ശാപങ്ങളും അനന്തര ഫലങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് അതിനായി അങ്ങ് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു. ആ കുരിശ് മരണത്തില് സഹരക്ഷകയായി പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ വ്യാകുലങ്ങളും അമ്മയുടെ രക്ത കണ്ണുനീരും ഞങ്ങൾക്ക് രക്ഷയ്ക്കാക്കി മാറ്റി നൽകിയത് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് അവിടുന്ന് ശക്തമാക്കി തന്നല്ലോ. ആ വലിയ സ്നേഹത്തിലേക്ക്, ആ വലിയ രക്ഷാകര പ്രവൃത്തിയിലേക്ക് അമ്മയുടെ മാധ്യസ്ഥത്തില് ദിവികാന സന്നദ്ധിയില് ഞങ്ങളെല്ലാ മക്കളെയും ഇന്ന് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കഷ്ടപ്പെട്ടിട്ടും ഫലമണിയാതെ പോയതിന്റെ പേരില് നിരാശപ്പെട്ട് തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം തീർന്നു. അങ്ങനെ പല മക്കളും എല്ലാം അവസാനിച്ച പോലെയാണ്. അതിന്റെ പേരിൽ മരിക്കാൻ ഒരുങ്ങുന്ന മക്കള്, പരീക്ഷ വേണ്ടെന്ന് പറയുന്ന മക്കള്, പഠനം മുടങ്ങിപ്പോയ അവസ്ഥയിൽ അത് വേണ്ടെന്ന് പറയുന്ന മക്കള്, ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി നിരാശയോടുകൂടി നടക്കുന്ന മക്കള്, കർത്താവേ ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട്. ഈ അവസ്ഥയിൽ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അവർക്ക് അങ്ങേക്കല്ലാതെ അവരെ സഹായിക്കാൻ പറ്റില്ല. കർത്താവേ, അവരെ സഹായിക്കണം, അവരെ ബലപ്പെടുത്തണം. ഞങ്ങളുടെ മക്കളെ വഴികളെ അങ്ങ് തുറന്നു കൊടുക്കണം. അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ കർത്താവേ അവർക്ക് വിജയം നൽകണം, പ്രത്യാശ നൽകണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾ തോറ്റുപോകാനോ നശിച്ചു പോകാനോ തകർന്നു പോകാനോ പാടില്ലാത്ത വിധത്തില് അങ്ങ് ഇടപെടണമേ കർത്താവേ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ മനോനിലയെ അങ്ങ് ഏറ്റെടുക്കണമേ. മനസ്സിനെ അങ്ങേ തിരുരക്തത്താൽ കഴുകണമേ. ചിന്തകളെ, വികാരങ്ങളെ, തീരുമാനങ്ങളെ പരിശുദ്ധാത്മാവിനാല് നയിക്കണമേ, നിയന്ത്രിക്കണമേ. ഈ സമയത്ത് ഞങ്ങളുടെ മക്കളെ പല ആത്മാക്കളും ഏറി ആക്രമിക്കും. നശിപ്പിച്ചു കളയുന്ന, കൊല്ലുന്ന,
ഇല്ലാതാക്കുന്ന പിശാച് ഈ അവസ്ഥയിൽ കഷ്ടപ്പെട്ടിട്ടും ഫലമണിഞ്ഞില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പിശാച് കയറി ഞങ്ങളുടെ മക്കളെ നശിപ്പിക്കുന്നു. കർത്താവേ, ഈ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മക്കളെ ഏറ്റെടുക്കണം. അവിടെ ജീവിതത്തെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. കൂടുതൽ കരുത്തോടെ ബലപ്പെടുത്തണം. അങ്ങയോട് കൂടുതൽ ചേർത്ത് പിടിപ്പിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയുള്ള മക്കളെ ഓർത്ത് വേദനിക്കുന്ന അനേകം അമ്മമാര്, അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, നമ്മുടെ മക്കളുടെ കഷ്ടപ്പാടുകൾ ഫലമണിയണം. അവരുടെ പഠനം, അവരുടെ അധ്വാനം, അവരുടെ കഠിനാധ്വാനം ഈശോയെ എല്ലാം അങ്ങ് വിലമതിച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിച്ച് ഫലമണിയിപ്പിക്കണം. ഞങ്ങളുടെ മക്കൾ പഠിച്ച് ജയിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് ജോലി കിട്ടട്ടെ. ഞങ്ങളുടെ മക്കൾ വിശുദ്ധിയിൽ വളരട്ടെ. ഞങ്ങളുടെ മക്കൾ ആരുടെയും അടിമകളായി തീരാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ സ്വന്തമായ കരുത്തോടെ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ വിജയം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ട് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അതിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യീശോയുടെ ആശീർവാദത്തിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അങ്ങയുടെ കൃപകൾ ചൊരിഞ്ഞ്, വരങ്ങൾ ചൊരിഞ്ഞ് ഈ അവസ്ഥയിൽ വേദനിക്കുന്ന എല്ലാ മക്കളെയും ആശ്വസിപ്പിക്കണമേ, പ്രത്യാശ നൽകണമേ. വലിയ അഭിഷേകത്തിൽ അവരെ അനുഗ്രഹിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മക്കളെല്ലാ കഷ്ടപ്പാടുകളും അധ്വാനങ്ങളും ഫലമണിയണം. അതെല്ലാം വേണ്ടി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധികാരങ്ങളും ഉയർത്തി ആശീർവാദത്തിന്റെ ശക്തി, അഭിഷേകം, സൗഖ്യം, വിടുതൽ പ്രാപിച്ചുകൊണ്ട് നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിച്ച് അങ്ങയുടെ കൃപ കൊണ്ട് നിറച്ച് ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിച്ച് അനുഗ്രഹിക്കണം.